ഹായ്, എല്ലാവർക്കും ശ്രീലക്ഷ്മി സുനീഷ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളെ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കണൊക്കെ അടിച്ച് പൊട്ടിക്കുക. അപ്പോൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും. അപ്പോൾ രാവിലെ നീട്ട് ചായ ഉണ്ടാക്കി, ചുക്കുവെള്ളം ഉണ്ടാക്കി, പിന്നെ അതായത് ചോറ് വെക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ തിളച്ചും കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്നും കൂടെ നല്ലോണം തിളയ്ക്കട്ടെ. അരി കഴുകിയിടണം. കറി ഇന്നലെ രാത്രി ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉപ്പേരി ഉണ്ടാക്കണം. ശ്രീലക്ഷ്മി ഇതാ പുതച്ച് മൂടി കിടക്കണം. അത് തുമ്മലുണ്ട്, ഈ പൊടി കയറിയിട്ട് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ കുറച്ച് മൂടി കിടക്കുകയാണ്, നീട്ടിട്ടില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് കുളിക്കണം. ശ്രീലക്ഷ്മിക്ക് സ്കൂളിൽ പോകണം, എനിക്ക് കടയിൽ പോകണം, എനിക്ക് പണിയുണ്ട്. രാത്രി അമ്മേനെ വിളിക്കണം എന്ന് ഓർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രി ആയപ്പോഴേക്ക് ശ്വാസം മുട്ട് വന്ന് എനിക്ക് ഒന്നിനും വയ്യാതായി. അപ്പം അങ്ങനെ കിടന്നിട്ട് വീണ്ടും നീട്ടു, കാരണം ശ്വാസം നീങ്ങിയിട്ട് കിടക്കാൻ പറ്റണില്ല. പിന്നെ കുറച്ച് ചൂടുവെള്ളമൊക്കെ ഉണ്ടാക്കി കുടിച്ച്, കുറച്ച് പങ്കജകസ്തൂരിയൊക്കെ കഴിച്ച് കുറച്ച് നേരം ഇരുന്നിട്ടാണ് വീണ്ടും കിടന്നത്. എന്നിട്ടും എന്താ പറയുക, ഉറങ്ങാൻ പറ്റണില്ല. കണ്ടില്ലേ, കണ്ണൊക്കെ കണ്ടില്ലേ. എന്നാലും കുറേ കുറവ് തന്നെയാണ്. പക്ഷെ എന്നാലും രാവിലെ ഭയങ്കര തുമ്മലാണ്, പൊടീൻ്റെ തന്നെയാണ്, അലർജി തന്നെയാണ്. അപ്പോൾ അടുക്കളയിൽ ഇതാ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, കാണുന്നുണ്ടോയെന്ന് അറിയില്ല. അതെ, അപ്പോൾ ശ്രീലക്ഷ്മീൻ്റെ ബർത്ത്ഡേൻ്റെ കലണ്ടറാണ് കേട്ടോ. കാണുന്നുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ശ്രീലക്ഷ്മിക്ക് കിട്ടിയ കുറേ പിന്നെ മൊമെൻറ്റോ, അതേപോലെ മെഡലും മെറിറ്റും ഒക്കെ ഉണ്ട് കിട്ടിയിട്ട്. 2 പ്രാവശ്യം ഇതുപോലെ ഓട്ടംതുള്ളൽ കളിച്ചിട്ട് ഫസ്റ്റ് കിട്ടി. എന്നൊക്കെ സർട്ടിഫിക്കറ്റ് ഉണ്ടാകും. ഒക്കെ ലാമിനേഷൻ ചെയ്യുക, ഫ്രെയിം ചെയ്യുകയൊക്കെ ചെയ്യണം. ഒന്നാമത് എന്താ വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ നമ്മൾ കുടുംബസ്വത്താണ്, കുടുംബ വീടാണ്. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് വീടില്ലാത്തതുകൊണ്ട് അതൊന്നും ശരിക്കും വെക്കാനൊന്നും പറ്റൂല. പഴയ വീടാണ്, വെക്കാനുള്ള സംവിധാനങ്ങളൊന്നുമില്ല. അപ്പം ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീട് വെക്കണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. വീടൊന്നുമില്ല. അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് അതിൻ്റെയൊക്കെ പുറകെ കൂടി ആയതുകൊണ്ട് അപ്പോൾ ആ വീടിൻ്റെ കാര്യം അങ്ങനെ മാറ്റി വെച്ചേക്കാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. കുറച്ചൊരു ഇരുടുണ്ട്. കൂടി മാറിയിട്ട് വേണം അരിയൊക്കെ കഴുകിയിട്ടിട്ട് കുളിക്കാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട്. ആരോ മരിച്ചിട്ടുണ്ട്, പള്ളിയിൽ നിന്ന് വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ. മക്കരപറമ്പിൽ നിന്ന് കൊണ്ടുവന്നാ തോന്നുന്നുണ്ട് ആ ഉമ്മേനെ കടുങ്ങപുരത്തേക്ക്. അപ്പോൾ കടുങ്ങപുരത്തു നിന്നാണ് വിളിച്ച് പറയുന്നത് കേട്ടത്. അപ്പോൾ നല്ല കറണ്ട് ബില്ല് കൊണ്ടുപോയി അടച്ചു. അപ്പോൾ കറണ്ടിനാണ് വെക്കണത് പറഞ്ഞാൽ അങ്ങനെയല്ല, സമയമുള്ള സമയത്ത് അടുപ്പ് കത്തിക്കലുണ്ട്. എനിക്ക് ഒന്നാമത് ഈ അലർജി ഉള്ളതുകൊണ്ട് അടുപ്പ് കത്തിച്ച് പുക കയറാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം അടുപ്പ് തന്നെ ഉണ്ടാക്കൽ തന്നെയായിരുന്നു. അപ്പോൾ കറണ്ടിനാണ് ഉണ്ടാക്കുന്നത്, 2 ആളല്ലേ ഉള്ളൂ. അപ്പോൾ കുറച്ച് ചിലപ്പോൾ വയ്ക്കില്ല, അങ്ങനെയൊക്കെയാണ്. ഒന്നത് വയ്യെങ്കിൽ പിന്നെ അങ്ങനെ കയറി കിടക്കും, കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ച്. വയ്യാത്തതുകൊണ്ടാട്ടോ, വെക്കാനോ തിന്നാനോ ഇതിനുള്ള ബുദ്ധിമുട്ടും കൊണ്ടല്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. വർത്താനം പറയുമ്പോൾ ഇടയ്ക്ക് ശ്വാസം നീങ്ങൽ വരുന്നുണ്ട്. അതുകൊണ്ട് കട്ടൻ ചായ ഇട്ട് കുടിക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടി. ചൂടുവെള്ളം അങ്ങനെ ചെല്ലുമ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഒരു സമാധാനമാണ്. എത്ര കാലം ഇങ്ങനെ ഈ മരുന്നും മന്ത്രമായിട്ട് പോകേണ്ടിയിരുന്നതിന്. കാരണം
ഞാൻ ജനിച്ചിട്ട് ഈ നാളേറെയായിട്ടും ഇങ്ങനത്തെ ഒരു കുഴപ്പമുണ്ടായില്ല. എനിക്ക് എലിപ്പനി മഞ്ഞപ്പിത്തം അങ്ങനത്തെ വന്ന് പോയതിന് ശേഷമാണ് അതൊക്കെ മാറി. അതിന് ശേഷമാണ് പിന്നെ ഈ അലർജി ഇങ്ങനെ വന്നിട്ടുണ്ട്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഈ മുഖത്ത് ഇങ്ങനെ പാടെന്താണെന്ന് വെച്ചാൽ ഒരു കുത്ത് പോലും എൻ്റെ മുഖത്ത് ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റ്. ഞാൻ ഓരോന്ന് നമ്മളൊരു പ്രായത്തിൽ ഓരോ ഇത് കാണുമ്പോൾ ആ ക്രീം ഈ ക്രീം പറഞ്ഞിട്ടൊക്കെ നമ്മൾ ഈ പരസ്യം കണ്ടതൊക്കെ വാങ്ങി തേക്കും. അങ്ങനെ വന്ന ഒരു പ്രശ്നമാണ്, വേറെ ഒന്നല്ല. ഇവിടെ 2 കലണ്ടേന്ന് ചെറുപ്പത്തിൽ ചിക്കൻ ബോക്സ് ഉണ്ടായതിൻ്റെയാണ്. അല്ലാതെ ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഒരു കുത്ത് പോലും ഉണ്ടായിരുന്നില്ല എൻ്റെ മുഖത്ത്. എല്ലാവരും പറയും ശ്രീലക്ഷ്മിൻ്റെ അതേ കട്ടാണ്, മൂക്ക് അച്ഛനാണ്, മൂക്കും ചുണ്ടും അച്ഛനാണ്, ബാക്കി മുഖം മൊത്തം ഞാനാണ് പറയും. അതിനൊരു കുത്ത് പോലും ഉണ്ടായിരുന്നില്ല എനിക്ക്. ഞാനങ്ങനെ ഓരോന്ന് കാണുമ്പോൾ അങ്ങനെ തേച്ച് അങ്ങനെ വന്നതാണ്. പിന്നെ അതിൻ്റെ വ്യത്യാസം മനസ്സിലായപ്പോൾ ഇപ്പം അങ്ങനെ ഒരു ക്രീം ഒരു കാര്യങ്ങളും തേക്കലില്ല. അപ്പോൾ എന്താ പറയുക, പിന്നെ സോപ്പ് ഞാൻ ഡവ് സോപ്പ് മാത്രമേ യൂസ് ചെയ്യലുള്ളൂ. വർഷങ്ങളായിട്ടോ ഞാനും കുട്ടിയും ശ്രീലക്ഷ്മി ഇതുപോലെ ഡവ് സോപ്പ് മാത്രമേ ഉപയോഗിക്കലുള്ളൂ. അപ്പോൾ അങ്ങനെ മുടി ഇത്രയും ആയിട്ട് മുടിയൊന്നും നരച്ചിട്ടില്ല. അതിനെക്കുറിച്ച് എല്ലാവരും മുടിയൊന്നും നരച്ചിട്ടില്ല. മുടി എന്താ പറയുക, ഓരോരുത്തർക്കും ഓരോ ഇതല്ലേ. പിന്നെ ഒന്നാമത് ഈ മൂക്കരാൻ്റെ വെള്ളമാണ് തലയ്ക്ക് വാരണത്. ഇനി എന്താ അവസ്ഥ എന്നറിയില്ല. ബ്ലീച്ചിങ്ങൊക്കെ ചേർന്ന വെള്ളമാണ്. അപ്പോൾ നരയ്ക്കാതിരിക്കില്ല, ഓരോന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ രഹസ്യം എന്താണെന്നൊക്കെ രഹസ്യം എന്താ, ഞാൻ വെളിച്ചെണ്ണ മാത്രമേ തേക്കലുള്ളൂ, അല്ലാതെ വേറൊരു ഇതൊന്നുമില്ല. പിന്നെ മുടിയൊക്കെ ഒരുപാടുണ്ടായിരുന്നു. കാലിൻ്റെ കൊച്ചിൽ വരെയുണ്ട് മുടി ഉണ്ടായിരുന്നു. അത് വളർത്തി കൊണ്ടുവന്നതിൻ്റെ ഒരു 3/4 ഭാഗമൊന്നല്ല, മുഴുവൻ ഭാഗവും അമ്മേൻ്റെ അനിയത്തിയാണ്. അമ്മേൻ്റെ അനിയത്തിക്ക് ഇപ്പോൾ എന്നും എന്നോട് ആ ദേഷ്യമുണ്ട്. മുടി ഞാൻ വെട്ടിക്കളഞ്ഞതിൻ്റെ. നല്ല ഉള്ളുള്ള പിടിച്ച പിടിയിറങ്ങാത്ത മുടിയായിരുന്നു. വെക്കേഷനൊക്കെ സ്കൂളടച്ച് അമ്മേൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ താളി തേച്ചിട്ടും അതുപോലെ പരിപാലിച്ച് കൊണ്ടു കിടന്നത് ചെറിയമ്മയായിരുന്നു. ഒരുപാട് മുടി ഉണ്ടായിരുന്നു. ഇന്ന് ഞാൻ മുടി പോയതൊക്കെ ഇപ്പോഴാണ് ഞാൻ അനുഭവിക്കുന്നത്. അപ്പോൾ നിർത്തുകയാണ്. ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ കാണാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു.